പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് ഇതാ തിരശീല വീഴുന്നു. ഖത്തറിന്റെ ഇടപെടലിൽ ഗാസയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുന്നു. ഇത്രനാളും യുദ്ധം വളർത്തുന്നതിലും ആയുധം നൽകുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച അമേരിക്കയ്ക്ക് ഇതിപ്പോൾ എന്താണ് സംഭവിച്ചത്? ജനുവരി 20-ന് വൈറ്റ് ഹൗസിൽ നിന്നും പടിയിറങ്ങുന്ന ജോ ബൈഡന് പെട്ടെന്ന് മനംമാറ്റം സംഭവിച്ചോ? എന്താണ് നടക്കുന്നത്? നമുക്ക് പരിശോധിക്കാം. ലോകം ഏറെ കാലമായി സ്വപ്നം കാണുന്നതാണ് ഗാസയിലെ സമ്പൂർണ്ണ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിൽ വരണമെന്നും ഗാസയിലെ മനുഷ്യർക്ക് മനസ്സമാധാനത്തോടെ കഴിയാൻ സാധിക്കണമെന്നും. എന്നാൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി അതിന് യാതൊരു സാധ്യതയുമില്ല എന്ന് നമ്മളോട് പറയുന്നതായിരുന്നു പശ്ചിമേഷ്യയിൽ നിന്ന് വന്ന വാർത്തകൾ അത്രയും തന്നെ. ഗാസയിൽ വെടിനിർത്തലിനായി നടക്കുന്ന പരിശ്രമങ്ങൾ നിർണായക ഘട്ടത്തിലെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അവിടെ സമാധാനം ആഗ്രഹിക്കുന്ന മനസ്സുകൾക്ക് നൽകുന്ന സമാധാനം ചെറുതല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു. വെടിനിർത്തൽ കരാർ ഇസ്രയേലിനും ഹമാസിനും ഖത്തർ കൈമാറിയെന്ന റിപ്പോർട്ടുകൾ അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടെയാണ് ലോകം നോക്കിക്കാണുന്നത്. ഗാസയിൽ സമാധാനം സാധ്യമായാൽ അത് പടിയിറങ്ങുന്ന അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് വലിയ നേട്ടമായിട്ടാണ് ലോകം വിലയിരുത്തുക. അതുകൊണ്ട് തന്നെയാണ് ബൈഡൻ ഈ ഒരു അവസരത്തിൽ, അതായത് പടിയിറക്കത്തിന് ഒരാഴ്ച മുൻപ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് എന്ന് നമ്മൾ കരുതേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, ഖത്തറിന്റെ പ്രയത്നത്തിലൂടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമ്പോൾ അതിന്റെ ക്രെഡിറ്റ് ഖത്തറിന് ലോകത്തിന് മുന്നിൽ വലിയ സ്വീകാര്യതയാണ് തുറന്നു നൽകുന്നത്. ഇനി ഒരിക്കലും അത്ഭുതങ്ങൾ ആ മണ്ണിൽ സംഭവിക്കില്ലെന്ന് പറഞ്ഞെടുത്താണ് ഗാസയിൽ സമാധാന ചർച്ചകൾ നടക്കുന്നത് എന്നോർക്കണം. ഒരിക്കൽ നിന്ന് പോയ ഇടത്തു നിന്നാണ് ഗാസയിലെ സമാധാന ശ്രമങ്ങൾ വീണ്ടും ശുഭപ്രതീക്ഷയുടെ സൂചനകളിലേക്ക് എത്തിപ്പെടുന്നത്. മേഖലയിലെ പ്രധാന രാഷ്ട്രങ്ങളിലെ നേതാക്കളെല്ലാം ആൾനാശം ഒഴിവാക്കാനുള്ള സമ്മർദ്ദം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ ഞായറാഴ്ച അർദ്ധരാത്രി ദോഹയിൽ നടന്ന ചർച്ചകളാണ് വെടിനിർത്തൽ അന്തിമ ധാരണയിലേക്ക് എത്തിച്ചതെന്ന് പ്രമുഖ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സും അറബ് ന്യൂസും അടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അന്തിമ ധാരണാ കരാർ ഇരു കക്ഷികൾക്കും അംഗീകാരത്തിനായി കൈമാറിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്ക, ഖത്തർ, ഇസ്രയേൽ, ഹമാസ് എന്നിവർ ഔദ്യോഗികമായി ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും നിഷേധിച്ചിട്ടില്ല എന്നത് റിപ്പോർട്ടുകളുടെ വിശ്വാസ്യത വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഘട്ടം ഘട്ടമായുള്ള സേനകളുടെ പിൻവാങ്ങൽ, ബന്ദികളുടെ കൈമാറ്റം, മാനുഷിക സഹായത്തിനായുള്ള കൂടുതൽ ഇടങ്ങൾ തുറക്കൽ എന്നിവയാണ് കരാറിലെ ധാരണയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സംഘർഷ മേഖലയിലെ ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകുന്നതാണ് നിലവിലെ ചർച്ചകൾ. അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പടിയിറങ്ങും മുൻപ് വെടിനിർത്തൽ ധാരണയിൽ എത്തിച്ചേരാൻ കഴിയുന്നത് ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം വലിയ നേട്ടം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇതിനിപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളതും. ബൈഡൻ ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചർച്ച നടത്തിയിട്ടുള്ളതായിട്ടും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ ചർച്ച സമാധാന ശ്രമത്തിന് ഗുണമായി എന്ന വിലയിരുത്തലുകളും വന്നിട്ടുണ്ട്. ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ദോഹയിൽ വെച്ചാണ് വെടിനിർത്തൽ ധാരണയിലേക്ക് എത്തുന്നത് എന്നതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഖത്തറിന്റെ പ്രസക്തിയും ഇവിടെ ഏറെയാണ്. എല്ലാവരുടെയും നിർദ്ദേശങ്ങൾ പരിഗണിച്ചുള്ള കരട് രേഖയ്ക്ക് മേൽ ഇനി ബന്ധപ്പെട്ട കക്ഷികളുടെ നിലപാട് അറിയിക്കുകയാണ് പ്രധാനപ്പെട്ടത്. ചർച്ചകളിൽ ഇടപെട്ട അമേരിക്ക, ഖത്തർ, ഹമാസ്, ഇസ്രയേൽ എന്നിവരാരും ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയിട്ടില്ല. എന്നാൽ ചർച്ചകൾ വളരെ പോസിറ്റീവാണെന്നും സമാധാനത്തിലേക്ക് അകലം കുറഞ്ഞു വരുന്നുവെന്നുമാണ് വിവിധ സ്രോതസ്സുകളെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും സമാധാനം അകലെയല്ല എന്ന ശുഭപ്രതീക്ഷയിലാണ് ഗാസയിലെ മനുഷ്യർ, ഒപ്പം ലോകവും. യുദ്ധമില്ലാത്ത ജീവിതം എന്ന ഗാസയുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നതിനായി ഉറ്റുനോക്കുകയാണ് ലോകവും ചെയ്യുന്നത്. ഗാസയിൽ ഹമാസും ഇസ്രയേലും തമ്മിൽ വെടിനിർത്തൽ കരാറും ബന്ദികളെ വിട്ടയക്കാനുമുള്ള ധാരണയും അന്തിമഘട്ടത്തിലെന്ന് പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനാണ്. അദ്ദേഹത്തിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ഗാസയിലുണ്ടായ ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടത് എന്നത് ഇവിടെ എടുത്തു പറയേണ്ട ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. ജനുവരി മുതൽ രാജ്യാന്തര മധ്യസ്ഥരായ ഖത്തറും ഇസ്രയേലും അമേരിക്കയും വെടിനിർത്തൽ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിലൂടെ ഇപ്പോഴും ഗാസയിൽ ഹമാസിന്റെ ബന്ദികളായി കഴിയുന്നവരെ മോചിപ്പിക്കുമെന്നാണ് ഇവർ കരുതുന്നത്. മാസങ്ങൾക്ക് മുൻപ് താൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ ഇപ്പോൾ അന്തിമഘട്ടത്തിലേക്ക് കടക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയത്തിൽ നടത്തിയ വിടവാങ്ങൽ പ്രസംഗത്തിലാണ് ബൈഡൻ പറഞ്ഞത്. ഒന്ന് ശ്രദ്ധിക്കണം, വിടവാങ്ങൽ പ്രസംഗത്തിലാണ് അദ്ദേഹം ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണുന്നു എന്ന് പ്രഖ്യാപിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങളൊക്കെ വ്യക്തമാക്കാവുന്നതാണ് അല്ലേ? കരാറിന് ഈ ആഴ്ച തന്നെ അന്തിമ രൂപമാകുമെന്നാണ് വൈറ്റ് ഹൗസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ വ്യക്തമാക്കിയിരിക്കുന്നത്. താൻ എന്തെങ്കിലും വാഗ്ദാനം നൽകുകയോ പ്രവചനം നടത്തുകയോ അല്ല ചെയ്യുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് സംഭവിക്കാൻ പോകുകയാണെന്നും അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് തുറന്നു പറഞ്ഞു. വെടിനിർത്തൽ ചർച്ചകളിൽ നിർണായക പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്ന് ദോഹ ചർച്ചകളുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. കൃത്യമായ നിർദ്ദേശങ്ങൾ ഇരുപക്ഷത്തിനും മുന്നിൽ വെക്കുമെന്ന് പേര് വെളിപ്പെടുത്താതെന്ന വ്യവസ്ഥയോടെ അദ്ദേഹം വാർത്താ ഏജൻസിയായ AFPയോടാണ് പ്രതികരിച്ചത്. ചർച്ചകളുടെ സ്വഭാവത്തിലെ നിർണായകത്വം നിമിത്തമാണ് അദ്ദേഹം പേര് വെളിപ്പെടുത്തരുത് എന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ബന്ദികളെ വിട്ടയക്കണമെന്ന കാര്യത്തിൽ ഇസ്രയേൽ നിലപാട് ശക്തമാക്കിയിരിക്കുകയാണ് ഈ ഘട്ടത്തിലും. അതുകൊണ്ട് തന്നെ വെടിനിർത്തൽ കരാറിനും തങ്ങൾ തയ്യാറാണെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി ഗിഡിയോൺ സാർ പറഞ്ഞു. നിലവിൽ നടക്കുന്ന ചർച്ചകൾ ഏറെ ഗൗരവപൂർണ്ണം തന്നെയാണ്, ഒപ്പം ആഴത്തിലുള്ളതും. അതുകൊണ്ട് തന്നെ ഇതിൽ നിർണായകമായ പുരോഗതിയും കൈവരിക്കാൻ ചർച്ചകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഹമാസുമായി അടുത്ത ഒരു ഫലസ്തീനിയൻ ഉദ്യോഗസ്ഥൻ AFPയോട് പറഞ്ഞത് ഇങ്ങനെയാണ്: കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഈ നടപടി ഒട്ടും ഇഷ്ടമില്ലാത്തവരും കൂട്ടത്തിലുണ്ട് കേട്ടോ. നിങ്ങൾക്കറിയാവുന്നതാണല്ലോ,
ഇസ്രയേൽ ഗാസ പ്രശ്നങ്ങളൊക്കെ തന്നെ രാഷ്ട്രീയപരവും അതുപോലെ തന്നെ വംശീയപരവുമാണ്. അതുതന്നെയാണ് ഇവിടുത്തെ പ്രധാന പ്രശ്നവും. ഈ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് ലോകം കരുതുമ്പോൾ അതിനൊട്ടും സമ്മതിക്കാത്തവർ ഇവിടെ തന്നെ കഴിയുന്നുണ്ട്. യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഏതൊരു കരാറിനെയും തങ്ങൾ ശക്തമായി എതിർക്കുമെന്ന പ്രഖ്യാപനവുമായി ഇസ്രയേലിന്റെ കടുത്ത വലതുപക്ഷ നേതാവായ ധനകാര്യമന്ത്രി ബൊസാലെയ്ൻ സ്മോട്രിക് രംഗത്തെത്തിയതോടെയാണ് ആ കാര്യം ലോകം തിരിച്ചറിയുന്നത്. ഇസ്രയേലിന്റെ ദേശസുരക്ഷയെ അട്ടിമറിക്കുന്ന നിർദ്ദേശങ്ങളാണ് ഇപ്പോൾ ചർച്ചയിൽ ഉയർന്നു വന്നിരിക്കുന്നതെന്നും സ്മോട്രിക് എക്സിൽ കുറിച്ചു. കീഴടങ്ങാനുള്ള ധാരണാ ചർച്ചകളിൽ തങ്ങൾ ഭാഗമല്ല. അപകടകാരികളായ ഭീകരരെ മോചിപ്പിക്കാനുള്ള ധാരണയ്ക്ക് തങ്ങൾ തയ്യാറല്ല. യുദ്ധം നിർത്തുന്നത് പലരുടെയും ചോരയ്ക്ക് പകരം ചോദിക്കുന്നത് അവസാനിപ്പിക്കലാണ്. തങ്ങളുടെ പല ആളുകളും ഇപ്പോഴും ബന്ദികളായി തുടരുകയുമാണ്. ഈ സാഹചര്യത്തിൽ യുദ്ധം അവസാനിപ്പിക്കാനാകില്ല എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. ഇപ്പോൾ തങ്ങളുടെ ഉദ്യമം കടുപ്പിക്കാനുള്ള വേളയാണ്. ലഭ്യമായ എല്ലാ സേനകളെയും ഉപയോഗിച്ച് തങ്ങൾ ഗാസ മുനമ്പ് ശുദ്ധീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഭരണസഖ്യത്തിലെ എന്തും ആരോടും മുഖം നോക്കാതെ തുറന്നടിക്കുന്ന ആളാണ് ഈ സ്മോട്രിക്. ഗാസയിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിനെ അദ്ദേഹം പലതവണ എതിർത്തിട്ടുമുണ്ട്. ഹമാസ് ബന്ദികളാക്കിയവരെ മോചിപ്പിക്കണമെന്ന അവരുടെ കുടുംബാംഗങ്ങളുടെ അടക്കം ആവശ്യം ശക്തമായിരിക്കുന്ന സാഹചര്യത്തിലാണ് അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ എന്നതും ശ്രദ്ധേയമാണ്. നെതന്യാഹു മന്ത്രിസഭയിലെ ഭിന്നതകൾ കൂടിയാണ് ഈ പരാമർശങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ധാരണകളോട് നെതന്യാഹു അനുഭാവപൂർണമായ നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. എന്നാൽ തന്റെ മന്ത്രിസഭയിൽ നിന്ന് കാര്യമായ പിന്തുണ നേടാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല എന്നതാണ് മറ്റൊരു വസ്തുത. ധാരണയിലെത്താനായി കഴിഞ്ഞ കൊല്ലം നടന്ന ചർച്ചകളെല്ലാം തുടർച്ചയായി പരാജയപ്പെടുകയായിരുന്നു. ചർച്ചകളുടെ സുപ്രധാന വിഷയങ്ങളിലൊന്നും തന്നെ ധാരണയിലെത്തിയിട്ടില്ല എന്നതാണ് സത്യം. ഫലസ്തീന് നൽകേണ്ട മാനുഷിക സഹായങ്ങളുടെ കാര്യത്തിലും ധാരണയിലെത്താനായിട്ടില്ല. പലായനം ചെയ്യപ്പെട്ട ഗാസയിലെ ജനതയ്ക്ക് അവരുടെ ഭവനങ്ങൾ തിരികെ നൽകുന്നത് സംബന്ധിച്ച് മറ്റൊരു വിഷയം നിലനിൽക്കുന്നുണ്ട്. ഇതിനു പുറമെ ഇസ്രയേലിന്റെ സൈന്യത്തെ പിൻവലിക്കുന്നതും അതിർത്തികൾ തുറന്നുകൊടുക്കുന്നതും അടക്കമുള്ള വിഷയങ്ങളും നിലനിൽക്കുന്നു. ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യത്തെ പൂർണ്ണമായും പിൻവലിക്കുന്നതിനെ നെതന്യാഹു ശക്തമായി എതിർക്കുന്നുണ്ട്. ഒപ്പം ഫലസ്തീൻ പ്രദേശത്തിന്റെ പൂർണ്ണ ഭരണം നൽകുന്നതിനെ അദ്ദേഹം അനുകൂലിക്കുന്നുമില്ല. 2023 ഒക്ടോബർ 7 ആരംഭിച്ച യുദ്ധത്തിൽ 1210 പേർ ഇസ്രയേലിന്റെ ഭാഗത്തുനിന്ന് മരിച്ചിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഇതിലേറെയും നാട്ടുകാരാണെന്നാണ് ഇസ്രയേൽ നൽകിയ കണക്കുകൾ ഉദ്ധരിച്ച് AFP റിപ്പോർട്ട് ചെയ്യുന്നത്. 251 പേരെയാണ് ഹമാസ് ഇവിടെ ബന്ദികളാക്കിയത്. അതിൽ 94 പേർ ഇപ്പോഴും ഗാസയിലാണ് കഴിയുന്നത്. 34 പേർ മരിച്ചെന്നും ഇസ്രയേൽ സൈന്യം പറയുന്നുണ്ട്. ഇസ്രയേലിന്റെ തിരിച്ചടിയിൽ ഗാസയിൽ 46,584 പേരാണ് കൊല്ലപ്പെട്ടത്. ഇവരിലേറെയും നാട്ടുകാരാണെന്നും ഹമാസിന്റെ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയും അംഗീകരിച്ച കണക്കാണ് ഞാനിപ്പോൾ പറഞ്ഞത്. സമാധാന ശ്രമങ്ങൾ നടക്കുന്നതിനിടെ ഗാസയിൽ കഴിഞ്ഞ ദിവസവും ആക്രമണങ്ങൾ അരങ്ങേറിയിട്ടുണ്ടായിരുന്നു. 50-ലേറെ ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. അതായത് ഈ ഒരു പെർട്ടിക്കുലർ സംഭവത്തിൽ മരിച്ചവരുടെ എണ്ണമാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. വിദ്യാലയങ്ങൾക്കും വീടുകൾക്കും ജനക്കൂട്ടങ്ങൾക്കും നേരെയാണ് ആക്രമണങ്ങൾ അരങ്ങേറിയതെന്ന് പ്രതിരോധ സേനാ വക്താവ് മഹ്മൂദ് ബസാൽ പറയുന്നുണ്ട്. നഗരത്തിലെ ഷൂജയിൽ അബൂ ഖത്തർ ജർദ കുടുംബങ്ങൾക്ക് നേരെയുണ്ടായ അതിക്രമത്തിൽ 11 പേരാണ് കൊല്ലപ്പെട്ടത്. അതേസമയം പരിക്കേറ്റ ആരും ചികിത്സയിലില്ലെന്ന് ഇസ്രയേൽ പറയുന്നുണ്ട്. ഇസ്രയേൽ സൈന്യത്തിലുള്ളവരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. വടക്കൻ ഗാസയിൽ യുദ്ധം ചെയ്യുന്നതിനിടെയായിരുന്നു ഇസ്രയേൽ സേനാംഗങ്ങൾ കൊല്ലപ്പെട്ടത്. പുതിയ മരണങ്ങൾ കൂടിച്ചേരുമ്പോൾ ഇസ്രയേൽ സൈന്യത്തിന് ഗാസയിലെ യുദ്ധത്തിനിടെ ജീവൻ നഷ്ടമായ സൈനികരുടെ എണ്ണം 408 എന്നതും ഇവിടെ എടുത്തു പറയേണ്ടതാണെന്ന് തോന്നുന്നു. ഇസ്രയേലും ഗാസയും തമ്മിലുള്ള സ്ഥിതി വളരെ സങ്കീർണവും ചരിത്രപരവും രാഷ്ട്രീയവുമായി സുരക്ഷയുടെ ആശങ്കകളുടെ സംയോജനത്തിൽ വേരൂന്നിയ ഒന്ന് തന്നെയാണ്. ഗാസയെ, പ്രത്യേകിച്ച് ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസയെ ഇസ്രയേലിന് ഭയമാണ് എന്നതാണ് സത്യം. ഇസ്രയേൽ പ്രദേശത്തേക്ക് നയിക്കുന്ന റോക്കറ്റ് ആക്രമണങ്ങളും മറ്റു തരത്തിലുള്ള ആക്രമണങ്ങളും കാരണം സുരക്ഷാ ഭീഷണിയായിട്ടാണ് ഇസ്രയേൽ ഇതിനെ കാണുന്നത് പോലും. 2007 ഹമാസ് ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുത്തതിന് ശേഷം റോക്കറ്റ് വെടിവെപ്പും ഇസ്രയേൽ സിവിലിയന്മാർക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും നേരെയുള്ള ആക്രമണങ്ങളും ഉൾപ്പെടെ അതിക്രമങ്ങൾ വർദ്ധിച്ചു വരികയായിരുന്നു. ഈ ആക്രമണങ്ങൾ തങ്ങളുടെ ജനസംഖ്യയെ അപകടത്തിലാക്കുന്നതായി ഇസ്രയേൽ ഭയപ്പെടുന്നുണ്ട്. അങ്ങനെ ഹമാസിന്റെ കഴിവുകളെല്ലാം പ്രവർത്തനരഹിതമാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ള സൈനിക നടപടികളിലൂടെ ഇസ്രയേൽ പ്രതികരിച്ചതോടെ ഗാസ ഒരു രക്തക്കളമായി മാറി. ഇപ്പോൾ 1 വർഷത്തിലേറെയായി തുടർന്ന ഇസ്രയേൽ ഹമാസ് സംഘർഷം അതിർത്തി കടന്നു പോകുന്ന ഘട്ടത്തിൽ ഗാസയിൽ പിന്നെയും മനുഷ്യൻ ജീവന് വേണ്ടി നിലവിളിച്ചുകൊണ്ടേയിരുന്നു. ലെബനനിൽ വെടിനിർത്തൽ കരാർ പ്രാബല്യത്തിലെത്തിയ കാലം മുതൽ തന്നെ ഗാസയിലും അത് സംഭവിക്കുമെന്ന് പറഞ്ഞുവെങ്കിലും ആ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീർച്ചയാണ് വന്നിരിക്കുന്നത്. എന്തായാലും പ്രശ്നങ്ങളൊക്കെ ഒതുങ്ങി ലോകം സമാധാനത്തിന്റെ പാതയിലേക്ക് തന്നെ കടന്നു പോകട്ടെ. നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ടോ? എന്തായാലും അത് കമന്റ് ബോക്സിൽ കുറിക്കുക. ഒപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.